സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 1892 മദ്രാസ് ഗവൺമെൻറ് സർ ഫ്രെഡറിക് നിക്കോളസിൻ്റെ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹിസ്റ്ററി ആയിരുന്നു നമ്മൾ 1904 വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. സോ നമുക്ക് ഇനി നോക്കാനുള്ളത് 1912 മുതലുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. 1892 മദ്രാസ് ഗവൺമെൻറ് നിക്കോൾസിനെ ഡെപ്യൂട്ട് ചെയ്തു. അതേപോലെ എന്താണ് ലോർഡ് ബാരൻ വെൻലോക്ക് ആയിരുന്നു മദ്രാസിലത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. 1985 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ ഫൈൻഡ് റൈഫീസൺ എന്നായിരുന്നു. ദെൻ 1901 ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടും ഇതേ അനുസരിച്ച്, അതായത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങുന്നതനുസരിച്ച് വന്നിരുന്നു. ദെൻ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. അപ്പം 1904 ആക്ടിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡ്രോബാക്സുകൾ, ദെയർ ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് ദെയർ ഓൺ ഡ്രോബാക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഡ്രോബാക്ക് എന്ന് പറയുന്നത്? അതായത് ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ഓർഗനൈസേഷൻ ഓഫ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി. ഈ ഒരു ആക്ട് പ്രകാരം 1904 ഈ ഒരു ആക്ട് പ്രകാരം അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് തുടങ്ങാൻ മാത്രമേ ഈ ഒരു ആക്ട് പ്രകാരം പറ്റുകയായിരുന്നുള്ളൂ. മറ്റൊരു ഓർഗനൈസേഷനും, അതായത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, അതേപോലെ ഫെഡറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റീസുകൾ, കോപ്പറേറ്റീവ് യൂണിയൻസ്, ഇങ്ങനെയുള്ള സൊസൈറ്റികളൊന്നും 1904 ആക്ട് പ്രകാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ പിന്നെന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? അണ്ടർ ദി 1904 ദി ആക്ട് cooperative societies were classified into namely rural and urban societies which was unscientific. അപ്പം 1904 ഈ ഒരു ആക്ട് പ്രകാരം സൊസൈറ്റീസിൻ്റെ രണ്ടായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. എന്തൊക്കെയായിരുന്നു എന്ന് ഓർമ്മിച്ചെടുത്തേ? റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ സൊസൈറ്റീസ് എന്നും. എന്തൊക്കെ സൊസൈറ്റീസ് ആയിരുന്നു? റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ സൊസൈറ്റീസ് എന്നും. പക്ഷേ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക് ആണ്. അതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്ത ഡ്രോബാക്ക് എന്തായിരുന്നു? ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. There was no provision for the distribution of profit. According to the provision of the bylaw, the entire profit was transferred into indivisible reserve fund, and the members of urban societies were paid bonus after setting apart not less than 1/4 of the പ്രോഫിറ്റ് ടുവേർഡ്സ് ദി റിസർവ് ഫണ്ട്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ദർ വാസ് നോ പ്രൊവിഷൻ, അതായത് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇതിനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നാണ് പറഞ്ഞത്. പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു. ഫുൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഇൻഡിവിസിബിൾ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. നെക്സ്റ്റ് ഒരു ഡ്രോബാക്ക് ആയിരുന്നു, it was realized that the cooperative movement could not flourish unless the right of shareholders to be reasonable share of profit by way of dividend was recognized. അതായത് പറയുന്നത് നമ്മളിവിടെ എന്താണ് ഈ 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ഇങ്ങനെയുള്ള സൊസൈറ്റീസ് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ റീസണബിൾ റേറ്റിട്ടുള്ള ഒരു കൊടുക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൊസൈറ്റീസ് എന്നിട്ട് ഫ്ലറിഷ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മീൻസ് അതിൽ എന്തുകൊണ്ടാണ് ഫ്ലറിഷ് ചെയ്യില്ല എന്ന് പറയുന്നത്? പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാകില്ല, അതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡ്രോബാക്കുകൾ. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ദ പ്രൊവിഷൻ ഓഫ് ആനുവൽ ഓഡിറ്റ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ബിക്കേം ഡിഫിക്കൽട്ട്. അതായത് ഇവിടെ പറഞ്ഞു നമ്മൾ 1904 ആക്ടിൽ ഇതാണ് പറഞ്ഞത്, എന്താണ് രജിസ്ട്രാറാണ് ഓഡിറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഈ 1904 ഈ ആക്ട് പ്രകാരം ഫ്രീ ഓഫ് കോസ്റ്റിനാണ് രജിസ്ട്രാർ ഓഡിറ്റ് ചെയ്തിരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ദിവസം പോകുന്നോറും അല്ലെങ്കിൽ ഓരോ ഇയർ പാസ് ചെയ്യുന്നതോറും ഡേ ബൈ ഡേ ഇങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഈ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ
അപ്പോൾ അതും എന്ത് പറയുന്നത് ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഈ ഡ്രോബാക്കുകളെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 1911 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഡിസൈഡ് ചെയ്യുകയും 1912 എന്തായി പുതിയൊരു സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുകയും ചെയ്തു. എന്താണ് ആ സൊസൈറ്റീസ് ആക്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വിച്ച് അലൗഡ് ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ or apex societies and non-credit societies was the act of 1912, which was the act of 11th of 1912. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് അതിൻ്റെ പേരിലുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. 1904 ആക്ട് ഉണ്ടായിരുന്നു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. പക്ഷേ 1912 ആക്ട് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റും 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇരിക്കും വ്യത്യാസം? നമുക്ക് 1912 ആക്ട് പ്രകാരം സെൻട്രൽ സൊസൈറ്റീസും അപ്പെക്സ് സൊസൈറ്റീസും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരുന്നു? ആക്ട് 11 ആയിരുന്നു. ആക്ട് 11 ഓഫ് 1912 ആയിരുന്നു. അങ്ങനെയുള്ളൊരു ആക്ട് എന്ന് പറയുന്നത് 1912. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. നല്ലൊന്ന് പറഞ്ഞുതരാം. അതായത് അണ്ടർ ദിസ് ആക്ട്, ഈ ഒരു ആക്ട് പ്രകാരം എനി സൊസൈറ്റി credit or otherwise having as its objective the promotion of economic interest of its members in accordance with the cooperative principle or established with the object of facilitating the operations such as societies could be registered with or without unlimited liability. എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ ഒരു സൊസൈറ്റീസ് ആക്ട് പ്രകാരം നമുക്ക് അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന അതായത് അങ്ങനെയുള്ള മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഒക്കെ ആകുന്ന ഏതൊരു സൊസൈറ്റീസ് ഫോം ചെയ്യാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെൻട്രൽ സൊസൈറ്റീസ് ഫോം ചെയ്യാം, അപ്പെക്സ് സൊസൈറ്റീസ് ഫോം ചെയ്യാം, അതേപോലെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഏത് സൊസൈറ്റീസ് വേണമെങ്കിലും ഫോം ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായിരിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി വേറെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ദ ലാബിലിറ്റി ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് എന്താണെന്നൊക്കെ നമ്മൾ ഡെഫിനിഷൻ വരുമ്പോൾ പഠിക്കാം. ദ ലാബിലിറ്റി ഓഫ് സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത് ആസ് പെർ ദ 1912 ആക്ട് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. പിന്നെന്താണ് അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? അതായത് എനി രജിസ്റ്റേർഡ് സൊസൈറ്റി may be the previous sanction of RCS after carrying 1/4 of the profit towards reserve fund and contribute up to 10% of the profit to a wide range of charitable purpose. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ 1/4 ഓഫ് ദ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിസർവ് ഫണ്ടിലേക്കും 10% ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചാരിറ്റബിൾ പർപ്പസ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വച്ചിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. 1/4 ഓഫ് ദി ക്യാപിറ്റൽ, അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിസർവ് ഫണ്ടിലേക്കും അതേപോലെ 10% പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വച്ചിരിക്കണം. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഗവൺമെൻറ്റ്സ് വെർ ഗിവൺ വൈഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മേക്കിംഗ് റൂൾസ് ഫോർ ദ ബെറ്റർ വർക്കിംഗ് സൊസൈറ്റീസ് ഇൻക്ലൂഡിംഗ് കണ്ടീഷൻസ് ഓഫ് മെമ്പർഷിപ്പ്, പ്രൊസീജിയർ ഓഫ് മീറ്റിംഗ്സ്, പ്രൊവിഷൻ ഫോർ ഓഡിറ്റ് എക്സെട്ര. അതായത് ലോക്കൽ ഗവൺമെൻറ്റ്സിന്
അവിടെയുള്ള ഏത് സ്ഥലത്തുള്ള ലോക്കൽ ഗവൺമെൻറ്റ്സിനാണ് ഇതിനെ പറ്റിയിട്ടുള്ള ആരെ കുറിച്ചിട്ടുള്ള അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള മെമ്പർഷിപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ അതായത് പ്രൊസീഡിങ്സും മീറ്റിങ്സിൻ്റെ പ്രൊസീഡിങ്സും ഓഡിറ്റിൻ്റെ പ്രൊസീഡിങ്സും അതൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം മീൻസ് അങ്ങനെയുള്ള ഒരു അവകാശം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ലോക്കൽ ഗവൺമെൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് നോക്കാം. കോർപ്പറേഷൻ ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ്. എന്താണ് കോർപ്പറേഷൻ ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ എന്നുള്ള വേർഡോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വേർഡുകളോ may not be used in the name of any other business organization not registered according to the Cooperative Societies Act. അതായത് കോർപ്പറേഷൻ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ആ വേർഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നെക്സ്റ്റ് ആണ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഷെയർസ് or interest in a cooperative society were exempted from court attachment. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഷെയർസും ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലേ അത് കോർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് എക്സംപ്റ്റഡ് ഫ്രം ദി കോർട്ട് അറ്റാച്ച്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. സൊസൈറ്റീസ് വെർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് അണ്ടർ സ്റ്റാമ്പ് ആക്ട്, രജിസ്ട്രേഷൻ ആക്ട്, ഇൻകം ടാക്സ് ആക്ട് എക്സെട്ര. സൊസൈറ്റീസ് വെർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് അണ്ടർ സ്റ്റാമ്പ് ആക്ട്, രജിസ്ട്രേഷൻ ആക്ട്, ഇൻകം ടാക്സ് ആക്ട് എക്സെട്ര. അതായത് നമ്മുടെ സൊസൈറ്റീസിന് അവരെന്ത് ചെയ്യേണ്ട സ്റ്റാമ്പ് ആക്ട് അങ്ങനെയുള്ള ആക്ട് പ്രകാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് പ്രകാരമൊക്കെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സൊസൈറ്റീസ് വെർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നാച്ചർ ഓഫ് ലയബിലിറ്റി, നെയിംലി ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് റൂറൽ ആൻഡ് അർബൻ. അപ്പോൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള സൊസൈറ്റീസും അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള സൊസൈറ്റീസുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഇതാണ് അതേപോലെ 1912 ആക്ടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ 1904 ആക്റ്റും 1912 ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതേ ഒരു 1912 ഈ ഒരു ആക്റ്റിൽ രൂപീകൃതമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് നമ്മൾ എടവനക്കാട് പരസ്പര സംഘം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ദി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. അതിൽ നമുക്ക് നോക്കാനുള്ളത് 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതേപോലെ 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതേപോലെ 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. അതേപോലെ 1916 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ഓഫ് ഫംഗ്ഷനിങ് 1960. പിന്നെ നമുക്ക് 1919 മോണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസിൽ കോപ്പറേറ്റീവ് ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് 1925 ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ആക്ട്, 1932 അങ്ങനെ നമ്മൾ 1969 വരെയുള്ള ഹിസ്റ്ററീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഓരോ ആക്ട് ഫോം ചെയ്യുമ്പോഴും അന്നത്തെ ദീവാൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഏതൊക്കെ സൊസൈറ്റീസ് ആക്ട് എപ്പോഴാണെന്ന് ലെവൽ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്നുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനുള്ള നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.